സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവയില മുട്ടത്തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഉലുവയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 മുട്ട, 1 സവാള, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 1/2 കപ്പ് തേങ്ങ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് നന്നായിട്ട് തന്നെ വഴന്നു വരണം. ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ഉലുവയില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉലുവയില വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ദഹനത്തിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ നല്ലതാണ് ഉലുവയില. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം. കുറച്ച് സമയം മതി, 1 മിനിറ്റ് വരെ സമയം മതി. ഇപ്പോൾ നമ്മുടെ ഉലുവയിലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് നീക്കിയതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട നന്നായി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉലുവയിലൊക്കെ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ചെയ്താൽ ആ കയ്പ്പൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.